അതുകൊണ്ട് തന്നെ സക്കരിയ സലാഹി മറുപടിക്ക് എന്ന പേരിൽ ഇവിടെ വന്ന് എന്തെങ്കിലും കാളമൂത്ര പ്രസംഗം നടത്തിയാ പോരാ, മറുപടി പറയണം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു 8 ചോദ്യം പറഞ്ഞിരുന്നു. ആ ചോദ്യത്തിന് മറുപടി കൂടി, സമയം നമുക്ക് വൈകിക്കൊണ്ടിരിക്കുന്നു, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് അദ്ദേഹം പറഞ്ഞു എന്ന് ചോദിച്ചിരുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ. നബിയോ സഹാബികളോ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയതിന് ഖുർആൻ അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസ് എന്നിവ കൊണ്ട് തെളിയിക്കാമോ? തെളിയിച്ചിട്ടുണ്ട്. എന്റെ കഴിഞ്ഞ ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞ ഹദീസ് ഇമാം റാസിയുടെ വിശദീകരണ സഹിതം ഇവിടെ വിശദീകരിച്ചതാണ്. മൗലവി സാഹിബ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് ആ കാസറ്റ് ഒന്നുകൂടി കേൾക്കണം എന്നാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഖബറിനരികിൽ വന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് നബി തങ്ങൾ പറഞ്ഞതായി നിങ്ങൾക്ക് വാദമുണ്ടോ? ആരെങ്കിലും എന്ന് വിളിച്ചാൽ ഉത്തരം ചെയ്യുമെന്ന് വാദമുണ്ടോ? ആരെങ്കിലും യാ മുഹമ്മദ് എന്ന് വിളിച്ചതായി തെളിവുണ്ടോ എന്നൊക്കെയാണ്. അതിൽ 3 ഉപചോദ്യമുണ്ട്. ആരെങ്കിലും വിളിച്ചാൽ, നീ വിളിച്ചാൽ, ഞാൻ വിളിച്ചാൽ എന്നൊക്കെ പറഞ്ഞു പല രൂപത്തിൽ. ഇങ്ങനെ ആര് വിളിച്ചാലും ശരി, ആരംഭ റസൂലിന്റെ ഖബർ ശരീഫിന്റെ അരികിൽ ചെന്ന് യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ ഈസാ നബി വന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് സഹായാർത്ഥന നടത്താൻ തെളിവാണോ? വലിയ ചോദ്യ. അതേ തെളിവാണ്. എന്തേ കാര്യം? അത് ശിർക്കാണെങ്കിൽ അത് മുഅ്ജിസത്തല്ലേ എന്നാ മുജാഹിദ് വെക്കുന്നത്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ സാധനം ശിർക്ക് ചെയ്യാനുള്ളത്. ഈ മുഅ്ജിസത്ത് എന്ത് വിഡ്ഢിത്താണ് അയാൾ പറയുന്നത്? സഹോദരന്മാരെ, ശിർക്ക് അത് മുഅ്ജിസത്താലും കറാമത്താലും ശിർക്ക് തന്നെയാണ്. അത് മുഅ്ജിസത്തിലും ഉണ്ടാവില്ല, അല്ലാത്തതിലും ഉണ്ടാവില്ല. ഈ കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഫർള് നിസ്കാരത്തിന് ശേഷം നബി ദുആ ചെയ്യുകയും സ്വഹാബത്ത് ആമീൻ പറയുകയും ചെയ്തതായി ഹദീസിൽ വല്ലതും വന്നിട്ടുണ്ടോ? തെളിയിക്കാമോ? ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കരിച്ചു. അങ്ങനെ ഫലമ്മ സല്ലമ, നിസ്കാരത്തിന് സലാം വീട്ടി, ഇൻഹറഫ, തെറ്റിയിരുന്നു. വഖാല, എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദ്ബുദിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സ്വാഇനാ, അല്ലാഹുവേ ഞങ്ങളുടെ മുദ്ദിൽ, ഞങ്ങളുടെ സ്വാഇൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്ത ഹദീസ് അത് ഇമാം തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു ഉമർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് സ്വഹീഹാകുന്നു. അല്ലാമ സയ്യിദ് സുഹൂദി തന്റെ വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 53-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. 5 റമളാനിൽ നബി ഖിയാമു റമളാൻ 20 റക്അത്ത് നിസ്കരിച്ചതായി തെളിയിക്കാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി എത്ര നിസ്കരിച്ചു എന്ന് ഹദീസിന്റെ റിവായത്തിലൂടെ, ന്യൂനതയില്ലാത്ത റിവായത്തുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ സ്വഹാബികൾ 20 നിസ്കരിച്ചു എന്നതിൽ മുസ്ലിം ലോകത്ത് ഇജ്മാഉണ്ട്. കാനൂ യുസല്ലൂന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബി 20 റക്അത്തൻ വൽ വിത്ർ. സ്വഹാബികൾ 20 റക്അത്ത് തറാവീഹും പിന്നെ 3 റക്അത്ത് വിത്റും നിസ്കരിക്കുന്നവരായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിച്ചത് ചെയ്യുന്നവരാണ് സ്വഹാബികൾ. അതുകൊണ്ട് തന്നെ സ്വഹാബികളുടെ ഈ പ്രവർത്തനത്തിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു ചോദ്യം, 2 പെരുന്നാൾ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിൽ വെച്ചല്ലാതെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചതായി തെളിയിക്കാമോ? ആ കാലഘട്ടത്തിലുള്ള പള്ളിയിലേക്ക് ഇരച്ചു വരുന്ന പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വലിയവരും കുട്ടികളും ഉൾപ്പെടെയുള്ള വലിയ സംഘം അവർ വരുന്ന സന്ദർഭത്തിൽ പള്ളി വിശാലമല്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹി മുസല്ലയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ട്. പള്ളി വിശാലത ഇല്ലാത്തത് കൊണ്ടാണ് മുസല്ലയിൽ പോയി നിസ്കരിച്ചത്. ഇമാം നവവി ശർഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിലും പറഞ്ഞിട്ടുണ്ട്. ഹിജാബിന്റെ ആയത്തിന് ശേഷം സഹാബി വനിതകൾ പള്ളിയിൽ പോയില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഏതാണ് ഹിജാബിന്റെ ആയത്ത്? എത്രാം വർഷം ഇറങ്ങി? ഹിജാബിന്റെ ആയത്ത് 2-3 ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ 10-ാം വർഷത്തിലാണ് അവസാനമായി ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഉപചോദ്യം, നബിയുടെ വഫാത്തിന് ശേഷം സഹാബി വനിതകൾ പള്ളിയിൽ പോയത് നിങ്ങൾ നിഷേധിക്കുമോ? ഞങ്ങൾ നിഷേധിക്കൂല. വിവിധ ആവശ്യങ്ങൾക്കായി പള്ളിയിൽ സ്ത്രീകൾ പോയിട്ടുണ്ട്, അവർക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോഴൊക്കെ അതിൻ്റെതായ നിയമങ്ങളും വകുപ്പുകളും ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല. 8 നിസ്കാര ശേഷം അല്ലാഹുമ്മ അൻത സലാം എന്ന് പറയുന്ന സമയം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ഇരിക്കാൻ പാടുള്ളൂ എന്ന് ശാഫിഈ മദ്ഹബിലെ മിക്ക കിതാബുകളിലും പറയുന്നു. അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകണമെന്ന്. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഈ പറയുന്നത് കടുത്ത നുണയാകുന്നു എന്നാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെയുള്ള 8 ചോദ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യത്തിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ അദ്ദേഹം
അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഞങ്ങൾ കിതാബിൽ തിരുമറി നടത്തുകയാണ് എന്ന. എന്താ കാരണം? 10 കിതാബിൽ ഇലാ സ്വദരിഹി എന്നിടത്ത് ഇലാ തഹത്ത് സ്വദരിഹി എന്നാക്കിയിട്ടുണ്ട്. ഞങ്ങളാക്കിയതല്ല, സമസ്തന്റെ ബുക്കുമല്ല, സംഘടനയുടെ ബുക്കുമല്ല, അത് നിങ്ങളെ പ്രശ്നം അച്ചടിച്ചു വരുന്നത്. ആ തിരൂരങ്ങാടിയിൽ ഇങ്ങനെ ഓരോ ആളുകളിൽ നിന്ന് അച്ചടിച്ച് വിടുക. അതിന് കുറെ ചിലപ്പോൾ കാണാൻ തഹത്ത സ്വദരിന്ന്, ചിലപ്പോൾ കാണാൻ അലാ സ്വദരിന്ന്, ചിലപ്പോൾ കാണാൻ ഇലാ സ്വദരിന്ന്. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. നിങ്ങൾ കിതാബിൽ തിരുമറി നിർത്തിയ 100 എണ്ണം പറയാൻ ഞങ്ങളെ കയ്യിലുണ്ട് എന്ന കാര്യം കൂടി മറക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ആരംഭ റസൂലിനെ മദ് ചെയ്യാൻ പാടില്ല, പുകഴ്ത്താൻ പാടില്ല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്താ, എവിടെ റസൂല് പറഞ്ഞിട്ടുണ്ട്? റസൂല് പറഞ്ഞിട്ടുണ്ട്, ലാ തതുറൂനി കമാ അത്റത്തിൻ നസാറാ, നസാറാക്കൾ എന്നെ പുകഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ പുകഴ്ത്തി പറയരുത് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, നസാറാക്കൾ പറഞ്ഞതുപോലെ നിങ്ങൾ പുകഴ്ത്തരുത് എന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്. നസാറാക്കൾ പറഞ്ഞത് എന്തായിരുന്നു? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ജൂതന്മാർ പറഞ്ഞു ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാകുന്നു. വഖാലത്തിൽ മസീഹു വഖാലത്തിൽ നസാറ അൽ മസീഹു ഇബ്നുല്ലാഹ്, ക്രിസ്ത്യാനികൾ പറഞ്ഞതോ മസീഹ് ഈസാ നബി അല്ലാഹുവിന്റെ പുത്രനാകുന്നു. അതുകൊണ്ട് ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, അവരുടെ സ്വഭാവത്തിലേക്ക് നിങ്ങൾ ഉയരരുത്. അതല്ലാത്ത അവർ റസൂലിനെ കുറിച്ച് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. താരീഖു ബഗ്ദാദിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറ സിയാറത്ത് ചെയ്ത് ബറക്കത്തെടുത്ത സംഭവം ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? അത് ദുർബലമാണ്, അത് ലറീഫാണെന്ന് ഞാൻ പുത്രതാണിന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മറുപടിയാവോ? പുത്രതാണിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ലറീഫാണെന്ന് പറഞ്ഞാ പോരാ, തെളിയിക്ക്. അപ്പൊ ഞാൻ പറയാം അതിന്റെ മറുപടി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ ചെന്ന് ബറക്കത്തെടുക്കുന്നു. മഖ്ബറ അത് ശാപകേന്ദ്രമാണ്, അത് ലഅനത്തിന്റെ കേന്ദ്രമാണ്, ശിർക്കിന്റെ കൂടാരമാണെന്ന് പറയുന്ന മുജാഹിദുകളുടെ ചങ്കിര് തറക്കുന്ന ഒരു ഇബാറത്താണ്, സംഭവമാണ് ഷാഫി ഇമാമിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവം. അതുകൊണ്ട് മുജാഹിദുകൾക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം.